ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയ ചങ്ക്സ് എഗ് മസാല റെസിപ്പി ആയിട്ടാണ്. സോയ ചങ്ക്സ് മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 1 കപ്പ് സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയൊക്കെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുത്ത് വെക്കണം. അതിനുശേഷം നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം. മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ മസാല നന്നായിട്ട് സോയ ചങ്ക്സിൽ മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ചിക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതിയാവും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതിയാവും. പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട വറുത്തെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ മതിയാവും, ഓവറായിട്ട് വറുത്തെടുക്കേണ്ട. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ഏലക്കായ, 3 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതൊക്കെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് സോട്ട് ചെയ്യാം. സവാള വാടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. രണ്ടും ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരട്ടെ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നേരത്തെ സോയ ചങ്ക്സ് കുതിർത്ത് വെക്കുന്ന സമയത്ത് സോയ ചങ്ക്സിലും കൂടെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ മുളക് പൊടിയും 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇതിൻ്റെയൊക്കെ റോ സ്മെല്ലൊന്ന് മാറി വരട്ടെ. ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കണം. 10 മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല. സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം.
ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ സോയ ചങ്ക്സിൻ്റെ കുറച്ച് റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്